ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്? സീഷ്യസ് ഉള്ള സമയം പുള്ളിക്കാരൻ മറ്റു പരുക്കൾ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. തലയിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് കിടത്തി ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന തല ഇങ്ങനെ പതുക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ചിലപ്പം പേഷ്യന്റ് അതിന്റെ കൂടെ ശ്രദ്ധിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം ആ പേഷ്യന്റിനെ പതുക്കെ ഒന്ന് ചരിച്ചെടുത്തുക. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചാൽ ആദ്യത്തെ റെസ്ട്രെയിൻ ചെയ്യുക. ചിലവരിങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും, അവരൊരിക്കലും ചെയ്യില്ല. പേഷ്യന്റ് ഈ സമയത്ത് ഭക്ഷണമോ വെള്ളമോ കൊടുക്കാൻ സാധിക്കില്ല, കാരണം പേഷ്യന്റ് വീഴാൻ കഴിയത്തില്ല. ഫിറ്റ്സിന്റെ മരുന്ന് ചിലപ്പം ഉണ്ടെങ്കിൽ ആ മരുന്ന് ആ സമയത്ത് കൊടുക്കാൻ ശ്രമിക്കില്ല, കാരണം അത് വളരെ തിടം പിടിച്ച ഒരു പരിപാടിയാണ്. കാരണം സിനിമകളിലൊക്കെ വളരെയധികം നമ്മുടെ സർഗത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മനോജ് കെ ജയൻ അപസ്മാരം വരുമ്പം വിനീത് കൊണ്ടുപോയി കയ്യിൽ കീ കൊണ്ടുവെക്കുന്നത്. അപ്പം കീ കയ്യിലൊക്കെ കൊണ്ടുവെച്ചെന്ന് ഓർത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? ശാസ്ത്രീയമായിട്ട് ഇതിന് യാതൊരു ഗുണവും ഇല്ല. അതൊരു പഴയ പണ്ട് തൊട്ടേ നമ്മൾ ശീലിച്ച ഒരു ശീലം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും അപസ്മാരം കൺട്രോൾ ആവത്തില്ല. ഏത് അപസ്മാരം തുടങ്ങിയാലും അത് 2 തൊട്ട് 3 മിനിറ്റ് കൊണ്ട് അത് കൺട്രോൾ ആവും. അപ്പം നമ്മൾ സാറിന് അപസ്മാരം കാണുമ്പോൾ ഉടനെ ഒരു കീ എവിടുന്നെങ്കിലും തപ്പി പിടിച്ച് കൊണ്ടുവച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ കീ കൈ വെച്ചുകൊണ്ടാണ്. അത് തെറ്റാണ്. അതൊരു ശീലം മാത്രമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പം എത്ര കാര്യം ശ്രദ്ധിച്ചാൽ മതി. പേഷ്യന്റിനെ അപസ്മാര സമയത്ത് വളരെ സേഫായിട്ട് അവരെ വെക്കുക. അവർക്ക് ഇഞ്ചുറി വരാതെ ശ്രമിക്കുക. അപസ്മാരം കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് ഒന്ന് കംഫർട്ടബിൾ ആകുമ്പോൾ പേഷ്യന്റിനെ ആശുപത്രിയിലേക്ക് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകുക. താങ്ക് യു.